മക്കളെ ചാവക്കാട് ബീച്ച്. ഇവിടെ ബീച്ച് ഫെസ്റ്റ് ഒന്നും അല്ല കേട്ടാ, പക്ഷേ എല്ലാവരും വന്ന് നല്ല തിരക്കുള്ള കാരണം കണ്ട കണ്ടമാനം പാർക്ക് ചെയ്തിട്ടുള്ള കാറുകളുണ്ട്, കുറേ ബൈക്കും സ്കൂട്ടറൊക്കെ ഉണ്ട്. അത് കാരണം എന്തേ ഇവിടെ നല്ല തിരക്കാ, ഒരുപാട് ഫാമിലി വരുന്നില്ല. പണ്ട് ഇവിടെ ബീച്ച് ഫെസ്റ്റ് മാത്രമേ ഞാൻ ഈ ഇവരുടെ കണ്ടിട്ടുള്ളൂ. വെറുതെ ഒന്ന് കറങ്ങിറങ്ങിയതാ, ഒന്ന് കാറ്റ് കൊള്ളാനൊക്കെ. അപ്പോഴാണ് ഇതേ ഇങ്ങനെ നാടിൻ്റെ ഒക്കെ ഒരു മാറ്റേ. ഇപ്പോൾ അപ്പുറത്ത് ചായ, പാനിപ്പൂരി, പേൽപ്പൂരി എല്ലാ സാധനങ്ങളും ഉണ്ട്. അത് വേറെ ജ്യൂസ് കടയൊക്കെ ഉണ്ട്, അതൊക്കെ സൂപ്പർ സാധനം ആവാറുണ്ട്. ഇപ്പോൾ പാട് കണ്ടിട്ട് ഇപ്പോൾ കോഴിക്കോട് ബീച്ച് പോലെ ഒന്നും തോന്നുന്നുണ്ട് അധികം പേര് കണ്ട്. നാട് വികസിക്കട്ടെ, കുറേ വരുമാനം ഉണ്ടാവട്ടെ, എന്തായാലും കാണാൻ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ, നല്ലതാണ്, മോശമൊന്നും പറയാനില്ല. മറ്റേ സാധനം ഉണ്ടല്ലോ, ഇതിൻ്റെ പേരെന്തോ? ആ അത് ശരി, ഇത് എല്ലായിടത്തേക്കും പോകാൻ പറ്റില്ല, ഇതിനുള്ളിൽ തന്നെ കളിക്കണമെന്നില്ലേ? ഇതിനെന്താ പറയുക? ഈ പരിപാടിക്ക് ഒരെണ്ണത്തിന് 100 രൂപ, ഒരാൾക്ക് 100 രൂപ, 2 പേര് 150 രൂപ, 200 മീറ്റർ ഒരു ട്രാക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ കുറ്റി കാണുന്നതിന് ട്രാക്ക്, ഇതിനുള്ള ഓടിക്കാൻ പാടുള്ളൂ 200 മീറ്റർ. അപ്പോൾ ഈ പരിപാടി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇവിടെ വന്ന് ഇത് ചെയ്യാവുന്നതാണ്. ഇത് ഏതാണോ വണ്ടി? എന്തായാലും ഇലക്ട്രിക് അല്ല, പെട്രോൾ വെച്ചുള്ള പരിപാടി തന്നെയാണ്. യമഹയുടെ ആണെന്ന് വെച്ചാൽ അറിയാൻ പാടില്ല. ഇതൊക്കെയാണ് പരിപാടി ഇവിടെ. കൊള്ളാം. ആ ബോട്ടിങ് ഉണ്ട്. ദൈവമേ, ഇത് കോഴിക്കോട് വെട്ടിക്കുണ്ടാ, ഇത് അടിപൊളിയായിട്ട്. എന്തായാലും ബോട്ടിങ് അപ്പുറത്തോടെയായിരിക്കും, ഇവിടെ ഇല്ലാണ്ടിരിക്കില്ലേ? ഇതിപ്പോൾ കണ്ടിട്ട് വൻ സെറ്റപ്പാണുള്ള. ചാവക്കാട് ബീച്ചിൻ്റെ ഒരു മാറ്റം. ഈ വഴിക്കൊക്കെ ഇറങ്ങാൻ പറഞ്ഞ വെറുതെ കേട്ട ആൾക്കാർ. ബോട്ടിങ് പരിപാടി ഇത്. ആഹാ